കമ്മട്ടം ഡയറക്ടഡ് ബൈ ഷാൻ തുളസീധരൻ. ഇതൊരു വെബ് സീരീസ് ആണ്, ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ്. ഇത് മെയിൻ ആക്ടർ സുദേവാണ്. നല്ല ഊമ്പിയ വെബ് സീരീസ്, ഒന്നുമില്ല. ഞാൻ അതിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ പാലിച്ച് ഇത് എന്താ അവർ എഴുതി വെച്ചിരിക്കണം എന്നുള്ളത് ഇവരെ എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾക്കിത് എങ്ങനെ വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. അത് ചില സമയത്ത് ഒപ്പമാണ്, അത് ഒരു നല്ലൊരു സാധനം ഇരുന്നത് ചില 2-3 മിനിറ്റ് തോന്നും എന്നുള്ളതല്ലാതെ ഒരു നയാ പൈസക്ക് പറ്റാത്തൊരു വെബ് സീരീസ്. സുദേവ് ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് സുദേവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ചില സമയത്ത് ഒരു എന്തൊക്കെയോ മുഖഭാവമായി പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബാക്കിയുള്ളവർ 10 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ചിൻ്റെ പൈസക്ക് ഉണ്ടെങ്കിൽ അവർ ആക്ടിങ് കണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിൻ്റെ ഡയലോഗ് ഒരു സുദേവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യാം. അപ്പോൾ ചോദ്യം ചെയ്യണ ടൈമിൽ ഇങ്ങനെ സംസാരിക്കണേ. എനിക്കിപ്പോഴും ഓരോ ആൾക്കാർ ഇത് ഇങ്ങനെ ചെയ്യണം എന്തിനാന്നുള്ള അറിയില്ല. അപ്പോൾ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു നടന്ന നടിയോ വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒന്നുകിൽ അത് മോശം പെർഫോമൻസ് ആവും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല പെർഫോമൻസ് ആവും. പക്ഷെ ഇതിന് രണ്ടിനും ഇടയിൽ ഒരു കോപ്രായുണ്ട്. അതെന്തിനാണ് ഇത് ക്യാമറന് മുന്നിൽ വന്ന് കാണിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ബറൂസ് സിനിമയിൽ മോഹൻലാൽ പറ്റ പോറയിരുന്നു, പക്ഷെ തുടരും സിനിമയിൽ കിട്ടുമല്ലേ. അപ്പോൾ ഓരോ ആക്ടർ എന്താ പറയുക, മോശം സിനിമകളും മോശം പെർഫോമൻസ് നല്ല പെർഫോമൻസ് ഒക്കെ എടുക്കും ഓരോ സിനിമകളിൽ. അതിപ്പോൾ എത്ര വലിയ നടനാണെങ്കിലും. പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, സിനിമയാണ്, ഒരു ബിസിനസ്സാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതേപോലെ വന്നിട്ട് അതാ സാറേ ഞാൻ പറയണത്, ഇങ്ങനെ മഴ പെയ്യണവർ ഇങ്ങനെ അടിയിക്കണ്ടിട്ട് പോകണമൊക്കെ ഓരോ കാട്ടിലപ്പെന്ന്. അതന്നെയാണ് ബാക്കിയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും അവസ്ഥ. ഞാൻ ഈ പെണ്ണിനെ മാത്രം പറഞ്ഞില്ല, എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളും. പ്രത്യേകിച്ച് വില്ലൻ്റെ കുറച്ച് കാട്ടിലുണ്ട്, അതിൻ്റെ അപ്പുറം അങ്ങനെ പോടെ യാതൊരു ട്വിസ്റ്റൻസും ഇല്ലാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. അയ്യോ നമ്മൾ നേരത്തെ അറിഞ്ഞതേ ഇല്ല എന്നുള്ള രീതിയിൽ ട്വിസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ തീരെ ഒരു ക്ലീഷേ റൈറ്റിങ്ങിനും താഴെ പോയി. ക്ലീഷേ ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ റൈറ്റിങ് തീരെ എൻഗേജിങ് അല്ലാത്ത. ഈവൻ ഒരു 15-14 മിനിറ്റിൻ്റെ എപ്പിസോഡ്സ് പോലും എനിക്ക് പേഴ്സണലി എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആകെ ഒരു എപ്പിസോഡ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. അതായത് ഒരു 40-45 അല്ലെങ്കിൽ ഒരു സിനിമ ആക്കിക്കൂടെ, ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു സിനിമ ആക്കിക്കൂടെ, നല്ലൊരു സിനിമ ആക്കിയെടുത്താൽ പോരാ, നല്ല എൻഗേജിങ് ആയിട്ട്. എന്നാൽ പിന്നെയും അടിപൊളിയാവുമായിരുന്നു. ഇത് മൊത്തത്തിൽ എന്തൊക്കെയോ തീരെ എൻഗേജിങ് അല്ലാത്ത ഭയങ്കര ബോറടിയുള്ള ഒരു സംഭവമാണ് കമ്മട്ടം എന്ന് പറഞ്ഞത്. റൈറ്റിങ്ങിൽ പറ്റ പോയി ശരിക്കും. ഇങ്ങനത്തെ വെബ് സീരീസ് വരുന്ന സമയത്ത് ഇപ്പോൾ കേരള ക്രൈം ഫയൽസിൻ്റെ ഒക്കെ 2 സീസൺ അതല്ല, എസ്പെഷ്യലി സീസൺ 2, അതിൽ നമ്മൾ പറയുമ്പോൾ കുറേ അടിയും ഒറ്റ ആക്ഷൻ സീക്വൻസ് ഇല്ലാത്ത വെബ് സീരീസ് അത് ക്രൈം ത്രില്ലറാണ്. പക്ഷെ അതിൽ കിട്ടിയ ഇമോഷണൽ കണക്ഷൻ്റെ റേഞ്ച് എന്താ, അതാണ് റൈറ്റിങ്ങിൻ്റെ ഗുണം. ഇത് ഇവിടെ വന്നിട്ട് എന്ത് ഇമോഷണൽ ഹുക്ക് പോയിട്ട് ഒരു കുക്ക് പോലും ഇല്ലാത്തൊരു ക്യാരക്ടേഴ്സും അവരിങ്ങനെ നടക്കുന്ന സുഹൃത്ത്. പിന്നെ സ്ലോ മോഷന് ഞാനൊരു കാര്യം പറയാം, ഒരു 22 മിനിറ്റിന് 28 മിനിറ്റിൻ്റെ ഒക്കെ എപ്പിസോഡ് ഉണ്ട്. അതിൽ സ്ലോ മോഷൻ മാറ്റുന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്ലോ മോഷൻ എന്നിട്ട് ഒരു സുദേവ് ഇങ്ങനെ നടന്നു വരിക, അവിടെ ഒരു ഡെഡ് ബോഡി എന്തോ ഉണ്ട്. അപ്പം അങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ചെങ്ങായി ഇത് ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്തുന്നില്ല, ഇങ്ങനെ നടന്നു വരികയാണ്, ഇവിടെ എത്തുന്നില്ല. പണ്ട് മറ്റേ നമ്മളെ കൃഷ്ണനില്ലേ, ശ്രീകൃഷ്ണനും ചോട്ടാ ഭീമും ഉള്ളൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നല്ലോ, ക്രോസ് ഓവറുമായിട്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നില്ല. അതിൽ ചോട്ടാ ഭീം ഒരു വില്ലനും തമ്മിൽ ഇങ്ങനെ നടക്കുന്ന ടൈമിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് എത്തുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ എന്തോ ഒരു പരിപാടിയാണുള്ളത്, എത്തിക്കൂല, ഇങ്ങനെ നടക്കും, പക്ഷെ 2 കൂട്ടരും അങ്ങോട്ടും എത്തൂല. അതേപോലെ ഡെഡ് ബോഡി സുദേവും തമ്മിൽ എത്തുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ കൂടെ ഒരു വെബ് സീരീസ് ആയിട്ടാണ് കമ്മട്ടം എന്നുള്ള എനിക്ക് തോന്നിയത്. ഞാൻ ഒരു രീതിയിൽ സാധനം റെക്കമെൻഡ് ചെയ്യൂല. അപ്പം നിങ്ങൾ ഇത് സാധനം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. നിസാഖ് ടാക്സ് സൈനിങ് ഔട്ട്.